കൃപയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുന്നത്. ഓക്കെ, അവിടെ കണ്ടല്ലോ, മക്കളുടെ കാര്യം പറയുന്നുണ്ടല്ലോ, വിവാഹം കഴിക്കാൻ തരുന്നുണ്ടല്ല. അമ്മമാരെയും അപ്പനെയും മക്കളെയും ഞാൻ അവർക്ക് കൊടുക്കും. അത് ഇവിടെ അവസാനം ഇവിടെ നാവിന്റെ പിന്നാലെ പോകണം. കർത്താവിന്റെ പിന്നാലെ പോകുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതായത് ഇത് പറയാനാണ് എടുത്തത്, കർത്താവിന്റെ പിന്നാലെ പോകണം. കർത്താവിന്റെ പിന്നാലെ പോകണം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, ശരി തന്നെയാണ്. പക്ഷെ ഇവർക്കത് നിസ്സാരമാണ്. ഇപ്പൊ ശ്രദ്ധിക്കുക, കർത്താവിന്റെ പിന്നാലെ പോകണമെന്ന് പറഞ്ഞാൽ യഹോവയുടെ, ഞാൻ ഇപ്പം കൊടുത്ത ട്രാക്കിന്റെ ബാക്ക് ചെയ്തിട്ടുണ്ട്, ആരാണ് യഥാർത്ഥത്തിൽ യഹോവയുടെ അനുകാരി, യഹോവയുടെ സാക്ഷികൾ? അപ്പോസ്തലന്റെ വിശ്വാസം ഉള്ളവർ. എന്തുകൊണ്ടാണ്? യഹോവ അയച്ചതാണ്, അല്ലെങ്കിൽ യഹോവയാൽ അയക്കപ്പെട്ട് വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. അത് വെളിപ്പാടിനോടും കൂടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുക. അങ്ങനെ യേശു വന്നപ്പോൾ യേശു വേണ്ട, ഞങ്ങൾക്ക് യഹോവ മതി, മോശ മതി എന്ന് പറഞ്ഞിട്ട് അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ യഹോവയുടെ പിന്നാലെ പോകുന്നവനാണെന്ന്. അല്ല, അവർ മരിച്ചുപോയി അവിടെ. യഹോവയെ അനുസരിച്ചിരുന്നുവെങ്കിൽ യഹോവയെ അനുസരിക്കുമായിരുന്നു. സോറി, യേശു ക്രിസ്തുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ യഹോവയുടെ പിന്നാലെ പോകുന്നവരായിട്ട് ദൈവം കണക്കിടുമായിരുന്നു. ആവർത്തന പുസ്തകം 18:19 അവിടെ വ്യക്തമായി പറയുന്നു, മോശയോട് പറഞ്ഞു, നിന്നെ പോലെ പ്രവാചകനെ എഴുന്നേൽപ്പിക്കും, അവന്റെ നാവിന്മേൽ ഞാൻ എന്റെ വചനങ്ങളെ ആക്കിക്കൊണ്ട് ഞാൻ അവരോട് കൽപ്പിക്കുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ ഞാൻ അവനോട് ചോദിക്കും. അപ്പൊ യേശുവിനോട് സംസാരിക്കുന്നത് പിതാവാണ്. അത് ബൈബിളിൽ വചനമുണ്ട്. ഞാനല്ല, പിതാവ് അത്രേ സംസാരിക്കുന്നത്, പുത്രൻ സ്വതവേ സംസാരിക്കുന്നില്ല. അപ്പൊ യേശുവിലൂടെ സംസാരിച്ചത് ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അന്നത്തെ ജ്ഞാനികളെ പോലെയാണ് ഇന്നത്തെ ഭൂമിയിലെ മുഴുവൻ പണ്ഡിതന്മാരും ഈ TPM സഭയും. നിങ്ങൾ പറയുന്നു അപ്പോസ്തലൻ പറഞ്ഞത് വേണ്ട, ഞങ്ങൾക്ക് യേശു പറഞ്ഞത് മതി എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനിലൂടെ പറഞ്ഞത് ഇതേ ആത്മാവ് തന്നെയാണ്, പരിശുദ്ധാത്മാവ് തന്നെയാണ്. യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന ആത്മാവ് ഒന്ന്. എഫേസ്യർ 4:5 വായിക്കുക, ആത്മാവ് ഒന്ന്. അപ്പൊ ആ ഒരു ആത്മാവ് തന്നെയാണ് പത്രോസിലൂടെ സ്നാനം യേശുക്രിസ്തു നാമത്തിൽ നിന്ന് സ്നാനത്തിൽ എന്ന് പഠിപ്പിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ല. നിങ്ങൾക്ക് പറഞ്ഞു തന്ന പുരോഹിതന്മാർക്കും പരിശുദ്ധാത്മ ലഭിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളിവിടെ പറയുന്നു കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവരെ അനുഗമിക്കുന്നു, അത് നിസ്സാര കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അനുഗമിക്കുന്നില്ല എന്ന് കാണിക്കാനാണ്. നിങ്ങൾ അപ്പോസ്തലനെ അനുഗമിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിനെ അനുഗമിക്കുക. എന്തുകൊണ്ട്? യേശു പറഞ്ഞ വാക്യം നോക്കുക, ലൂക്കോസ് സുവിശേഷം 10:16 യേശു പറയാണ്, നിങ്ങൾ അപ്പോസ്തലൻ കുഞ്ഞാടിനോടൊപ്പം പോകുന്നവരാണ് ഈ 144,000 പേർ. അപ്പൊ പിന്നെ നിങ്ങളുടെ വിശ്വാസികൾ എവിടെ പോകും? നിങ്ങളെ പോകുന്നില്ല. നിങ്ങൾ അങ്ങനെ അവകാശപ്പെടുന്നു. അതാ നോക്കുക, ലൂക്കോസ് 10:26 യേശു പറയാണ് അപ്പോസ്തലന്മാരെ വിളിക്കുമ്പോൾ, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ഈ അപ്പോസ്തലന്മാർ പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മ പ്രാപിച്ചിട്ട് സ്നാനം യേശുക്രിസ്തു നാമത്തിൽ എന്ന് പറഞ്ഞു. നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങൾ അപ്പോസ്തലനെ തള്ളിയിരിക്കുകയല്ലേ? ഈ അപ്പോസ്തലനെ തള്ളാത്ത നിങ്ങൾ എങ്ങനെ യേശുവിനെ അനുകരിക്കുന്നു, കുഞ്ഞാടിനെ അനുകരിക്കുന്നു? നോക്ക്, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. അപ്പോസ്തലന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കുന്നില്ല. സ്നാനം ദൈവസഭയുടെ ആദ്യത്തെ പടിയാണ്, ആദ്യത്തെ പ്രവൃത്തി. വെളിപ്പാട് പുസ്തകം 2:5 നിങ്ങൾ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യാനാണ് പറഞ്ഞത്. ആദ്യത്തെ പ്രവൃത്തി വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് കർത്താവായ യേശുക്രിസ്തു നാമത്തിലെ സ്നാനം. നിങ്ങൾ കുഞ്ഞാടിനെ അനുസരിക്കുന്നോ? ഇല്ല. ഈ ഭൂമിയിലെ ഏത് സഭ, ഒരു സഭയും ഇല്ല. യേശുനാമ സഭകൾ സ്നാനപ്പെടുന്നുണ്ട്, പക്ഷെ അവരുടെ വെളിപ്പാടൊക്കെ തെറ്റാണ്, മന്നയൊക്കെ തെറ്റാണ്, അത് മരണത്തെ കൊണ്ടുവരും. അപ്പോൾ അപ്പോസ്തലനെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. നിങ്ങളെങ്ങനെ 144,000 പേർ, ഇനി ഒരുപക്ഷെ നിങ്ങളാണെന്ന് വെച്ചോ, നിങ്ങളെ എങ്ങനെ കൊണ്ടുപോകും? നിങ്ങൾ ഈ പറഞ്ഞ 7 യോഗ്യതയിൽ ഇപ്പം 4ാമത്തെ യോഗ്യത, ഇതിലുള്ള ഒന്നിനും നിങ്ങൾ യോഗ്യരല്ല. ഒന്നിനും ചലഞ്ച് ചെയ്ത് നേരിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. ഞാൻ ബൈബിളിലോട്ട് വരാൻ തയ്യാറാണ്. പക്ഷേ ഇണവചനത്തോടുകൂടെ സംസാരിക്കണം. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളെക്കുറിച്ചാണെന്ന്. നിങ്ങൾ യഹൂദന്മാരെ 144,000 പേരുടെ കണക്കുകളെടുത്ത് അവരോട് ടാലിയാക്കാനായിട്ട് ജാതികളോട് ഇവിടെ പറഞ്ഞ സുവിശേഷം, ഇവരുടെ കാലം കഴിഞ്ഞ് കർത്താവ് മണവാട്ടിയെ കൊണ്ടുപോയതിന് ശേഷം അവിടെ തിരഞ്ഞെടുത്തിട്ട് സ്വർഗത്ത് നിൽക്കുന്നവരുടെ ആ കാഴ്ചപ്പാട് പറയുമ്പോഴത്തേക്കാണ് നിങ്ങൾ പറയുന്നത് കുഞ്ഞാടിനോടുകൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നു. എവിടെ യാത്ര ചെയ്യുന്നു? നിങ്ങൾ അപ്പോസ്തലനോട് യാത്ര ചെയ്യണമായിരുന്നു. ഞാനങ്ങനെ നീട്ടിയത് നിങ്ങൾ ഇതുപോലത്തെ നീട്ടിയുള്ള പ്രസംഗം കേൾക്കുമ്പോൾ അരിശം കൊണ്ട ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ഞാൻ TPMലായിരുന്നപ്പോൾ എല്ലാം ഇപ്പം പൈശാചികം മനസ്സിലാവുന്നു. അതൊന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാനും അതൊന്ന് എടുത്തു പറയാനും കൂടെ ഞാനത് പറഞ്ഞത്. നോക്കൂ, അപ്പോൾ ഒരു വായ്മൊഴി, നിങ്ങൾ അപ്പോസ്തലനെ കേൾക്കാത്തതുകൊണ്ട് നിങ്ങൾ യേശുവിനെ അനുകരിക്കുന്നില്ല, കുഞ്ഞാടുകളോട് പോകുന്നവരല്ല നിങ്ങൾ. നിങ്ങളുടെ വായിൽ ഭോഷ്ക്, നിങ്ങൾ കള്ളം പറയുന്നവർ. ഇതിന്റെ 6ാമത്തത്, ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ. നിങ്ങളുടെ വായിൽ ഭോഷ്ക് മാത്രമേ ഉള്ളൂ സഹോദര. നിങ്ങളുടെ കൂട്ടുവിശ്വാസികൾ, നിങ്ങളുടെ സഭാ വിശ്വാസികൾ എല്ലാം, എൻ്റെ ബന്ധുജനങ്ങളുണ്ട്, പാറശാല കുറേ എണ്ണം ഉണ്ട്.
നിങ്ങൾ കളങ്കമുള്ളവരാണ്, നിങ്ങൾ പോകില്ല. നിങ്ങൾ ഒന്നാമത്തേലും പോകില്ല, രണ്ടാമത്തേലും പോകില്ല. നിങ്ങൾ എങ്ങനെ പിന്നെ സിയോനിൽ കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്നത്? അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നോക്ക്, രണ്ടാമത്തെ വഴി ലൂക്കോസ് 10:16. ഒരിക്കൽ യേശു പറഞ്ഞു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. തീർന്നു. ഓക്കെ. അടുത്ത് യോഹന്നാൻ 13:20. ആമേൻ ആമേൻ, 2 തവണ ആമേൻ. അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഇത് അപ്പോസ്തലന്മാർ പറഞ്ഞത്. ഞങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരി ആകുവൻ. ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്ത് ദൂതനാകട്ടെ നിങ്ങളോട് അറിയിച്ചാൽ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാർ പറഞ്ഞത് പരിശുദ്ധാത്മാവിനാലാണെന്ന് പച്ചക്ക് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ സംസാരിക്കുന്നത്. ദൈവത്തിന് തന്റെ സുവിശേഷം ജാതികളോട് അറിയിക്കണമെന്ന് ദൈവത്തിന് എന്നിൽ പ്രസാദം തോന്നിയപ്പോൾ ഞാൻ അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് പോയില്ല, യെരുശലേമിലേക്ക് പോയില്ല, അറബിലേക്ക് പോയി. ഞാൻ ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. അങ്ങനെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ആര് പറഞ്ഞാൽ ശാപിക്കപ്പെട്ടവൻ. ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്ചര്യം. അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത്. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ വരച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷേ എൻ്റെ ശൈലി അതാണ്. എന്ത് ആത്മാവിൻ്റെ ഒരു രീതിയാണത്. എല്ലാവർക്കും അത് പറ്റേയില്ല. കാര്യം ആരാൻ്റെ മക്കൾ എങ്ങനെ പോയാൽ, ആരാൻ്റെ ദൈവത്തിൻ്റെ ആളുകൾ എങ്ങനെ പോയാൽ നിങ്ങൾക്കെന്താ? എല്ലാവർക്കും പണം വേണം, ജീവിച്ചു പോകണം. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല. അതിന് വേണ്ടപ്പെട്ടതിനെ, സ്നേഹിച്ചതിനെ കൈയും കാലും അടിച്ചോടിച്ചിട്ട് തോളത്തെടുത്തിട്ട് എന്തുകൊണ്ടാണ് അതിനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതിന്. അപ്പം ദൈവം സ്നേഹിക്കുന്നവരെ കൂടുതൽ ശിക്ഷിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഞാൻ ഇങ്ങനെ കഠിനമായിട്ട് പറയുന്നത്, ആരെങ്കിലും ദൈവസന്തതികൾ ആ സഭയിലുണ്ടെങ്കിൽ ഒന്ന് ഹൃദയം തുറന്നു കൊടുക്കണേ കർത്താവേ. ശരിയായത് കേൾക്കട്ടെ. വാട്സപ്പ് നമ്പറുണ്ട്, വിളിക്കുക. ഓക്കെ. അടുത്ത പറയണം യോഹന്നാൻ 13:20. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങൾ അപ്പോസ്തലനെ കൈക്കൊള്ളുന്നുണ്ടോ? ഇല്ലല്ലോ. തീർന്നു. നിങ്ങൾ ഭോഷ്ക പറയുന്നത്, കളങ്കമറ്റവരാ നിങ്ങൾ. അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ അപ്പോസ്തലന്മാർ പറഞ്ഞു, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ യേശു അയക്കുകയാണ് അപ്പോസ്തലന്മാരെ. യേശുവിനെ അനുസരിക്കുന്നുവെങ്കിൽ, യേശുവിനെ അനുകരിക്കുന്നെങ്കിൽ നിങ്ങൾ അപ്പോസ്തലനെ അനുകരിക്കണം എന്നുള്ള വാക്കാണ് യോഹന്നാൻ സുവിശേഷം 17:18. യേശു പറയാണ്, നിങ്ങൾ കുഞ്ഞാടിനെ അനുകരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളത്. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആര്? അപ്പോസ്തലനെ. അപ്പോസ്തലനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, അപ്പോസ്തലനെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. മുഴു സഭയും കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അടുത്ത് 17:20 പറഞ്ഞു, യേശുവിൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, അതായത് അപ്പോസ്തലന്മാർക്ക് വേണ്ടി സംസാരിച്ചിട്ട് അടുത്ത് പറയാണ്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ്, അതായത് അപ്പോസ്തലന്റെ വചനം കേട്ട്, ഇവരുടെ വചനത്താൽ, അപ്പോസ്തലന്റെ വചനത്താൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി മുൻകൂട്ടി യേശു മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നു. നിങ്ങൾ കുഞ്ഞാടിനെ അനുകരിക്കുന്നുവെങ്കിൽ അപ്പോസ്തലന്റെ വാക്ക് കേൾക്കണം. പൊന്നു സഹോദരന്മാരെ, കത്തോലിക്ക, പെന്തക്കോസ്, മാർത്തോമ, CSI, ലൂതർ മിഷൻ, സൗന്ദര്യ, ഹോസാക്ഷികൾ, അല്ലെ സാലിഷ് ആർമി, പെന്തക്കോസിൽ തന്നെ 100 കണക്കിനുണ്ട്. TPM സഭയെ, CPM സഭയെ, ഭൂമിയിലെ ഏത് സഭയായിരുന്നാലും ശരി തന്നെ, 7ാമത്തെ സഭയിൽ വരുന്നെങ്കിൽ മുൻപുള്ള എല്ലാ സഭയിൽ നിന്നും അപ്പോസ്തലന്റെ അതേ വിശ്വാസവും കൈവയ്പും കൂട്ടായ്മ അപ്പം നുറുക്കലുമായിട്ട് നേരെ 7ാമത്തെ സഭയിലേക്ക് വരും. അതിലവിടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സഭ ഉണ്ട് ഇവിടെ. പെന്തക്കോസിന് ശേഷം, പെന്തക്കോസ് കാലം കഴിഞ്ഞു. 1907 പെന്തക്കോസ് കാലം കഴിഞ്ഞു. 7ാമത്തെ സഭ, ഒരു സഭ. ഇപ്പോഴത്തെ സഭ 1ാമത്തെ സഭ ഒന്നുപോലെ, അവിടുത്തെ പോലെ മാളികമൃഗത്തിന് ശക്തി ലഭിച്ചതിന് ശേഷം അവർക്ക് ലഭിച്ച അതേ വെളിപ്പാടോടുകൂടി, അതേ ശുശ്രൂഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ആ ദൈവിക വെളിപ്പാട് കൂടി. ഓക്കെ. അപ്പോൾ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥന. അതായത് അപ്പോസ്തലനെ തള്ളുന്ന ആർക്ക് വേണ്ടിയിട്ട് യേശു മധ്യസ്ഥ വഹിക്കില്ല. നിങ്ങൾ പറയുന്നു യേശുവിനോട് നടക്കുന്നത് കുഞ്ഞാട് എവിടെ? സ്വർഗത്തിൽ. ഇതൊന്നും അനുസരിക്കാതെ നിങ്ങൾ എങ്ങനെ സഹോദര സ്വർഗത്ത് പോകുന്നത്? എൽഡർ ജോയ് എം. അടുത്ത് അപ്പോസ്തലന്മാരുടെ കാര്യം പറയാം. യോഹന്നാൻ 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. നേരത്തെ പറഞ്ഞില്ല, ലോകത്തിൽ നിന്ന് അന്യരായവർ. നിങ്ങൾ ലോകത്തോടുകൂടെ മാലിന്യപ്പെട്ടവരാണ്. നിങ്ങൾ സ്ത്രീകളോട് മലിനപ്പെട്ടവരാണ്. നിങ്ങൾ സ്ത്രീകളോട് മാലിന്യപ്പെട്ടവരാണ്. പിശാചാണ് നിങ്ങളോട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ സ്ത്രീകളോട് മലിനപ്പെട്ടതെന്ന് പറയാൻ കാര്യം അപ്പോസ്തലന്റെ വിശ്വാസത്തിലല്ല, നിങ്ങൾ സംഘടനാ സഭയാണ്. സംഘടനാ സഭ, ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ സംഘടന ഏതാണ്? ഏദൻ തോട്ടത്തിൽ അത്തിയില എടുത്ത് മറച്ചതാണ്. അവിടെ ഒരു സംരക്ഷണം. ഒരു പാപം ചെയ്തു, നഗ്നരെന്ന് കണ്ടു, ഒരു അത്തിയില എടുത്ത് മറച്ചു. എന്നിട്ടും യവൻ എന്തിനു പോയി ഒളിച്ചിരുന്നു? പറ. അത്തിയില എടുത്ത് സംരക്ഷിച്ചു.
അവന്റെ മനസ്സിൽ കിടക്കുന്നു. ഇതൊന്നും ഒരു സംരക്ഷണമാകില്ല, ദൈവത്താൽ അല്ലാതെ ഒരു സംരക്ഷണമില്ല, ഒരു പാപമോചനമില്ല. എവിടെ മറിഞ്ഞിരുന്നാലും ദൈവത്തിന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതും. അവൻ എന്തിനാ ആത്തിയിലെടുത്തിട്ട് ഓടിയത്? നിങ്ങൾ സംഘടനാ സഭയായിരുന്നിട്ട് നിങ്ങൾ മലിനപ്പെട്ടവരല്ലെന്ന് പറയുന്നു. നിങ്ങൾ സ്ത്രീകളോട് മലിനപ്പെട്ടവരാണ്. പിശാചാണ്. അപ്പോസ്തലർ പറഞ്ഞ 4:17-18 പറഞ്ഞ അതേ പുരോഹിതന്മാർ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഇന്ന് സഭയുടെ തലപ്പത്തിരുന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നാമം സ്നാനത്തിന് നിഷേധിക്കുന്നു, വിവാഹത്തിന് നിഷേധിക്കുന്നു, വീട് വെഞ്ചരിപ്പിന് നിഷേധിക്കുന്നു, യാത്രയപ്പിന് നിഷേധിക്കുന്നു, കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠയ്ക്ക് നിഷേധിക്കുന്നു. കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്ക് അയച്ചാൽ അവിടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം എന്നേ പറയുള്ളൂ. ആ നാമം നിങ്ങളെ പറയിപ്പിക്കില്ല. വെളിപ്പാട് പുസ്തകം 15 പറയുന്ന കർത്താവേ നിന്റെ നാമം ആർ ഭയപ്പെടാതിരിക്കും, നിന്റെ നാമം ആർ മഹത്വപ്പെടുത്താതിരിക്കും. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ മഹത്വം കൊടുക്കുന്നില്ല എങ്കിൽ ആ നാമം മാത്രം ഉപയോഗിക്കുമായിരുന്നു. ഇതാ ഈ കാലം നോഹയുടെ കാലം പോലെ. അതുകൊണ്ടാണ് അതിനിടയിൽ നിന്ന് സോതോമിന്റെ നാളുകൾ പോലെ കത്തിക്കുന്നതിന് മുമ്പേ ജനത്തെ വിളിച്ച് പുറത്തേക്ക് എടുക്കാനായിട്ട് ഞാൻ ഈ സംസാരിക്കുന്നത്. ഓക്കെ, അടുത്ത് കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ, അതായത് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലോ ഏതെങ്കിലും സഭയിലുള്ള പ്രീ ഡെസ്റ്റിനേഷൻ ഉള്ളവർക്ക് മാത്രം കാണാൻ കഴിയും. അടുത്ത് യേശു പറയാണ്, നിങ്ങൾ പറഞ്ഞ് യേശു ദൈവത്തിന്റെ വലതുഭാഗത്താണ്. യേശു പറഞ്ഞ് ശ്രദ്ധിക്കുക, ഇതൊന്നും പിശാച് കാണിച്ചില്ല, ആരിലൂടെ കാണിക്കില്ല. യോഹന്നാൻ 14:28 ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾ എന്ത് പറയുന്ന അറിയുമോ? യേശു 2000 വർഷം കഴിഞ്ഞ് മടങ്ങി വരുന്ന കാര്യമൊന്നും അല്ല. കുറഞ്ഞോ, വീണ്ടും കുറഞ്ഞോ എന്ന് കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞത് കുറഞ്ഞോ എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ വീണ്ടും കുറഞ്ഞോ എന്ന് കഴിഞ്ഞാലോ നിങ്ങളോ എന്നെ കാണും. അതായത് ഉയർത്തെഴുന്നേറ്റ് 10 ദിവസം കുറച്ചു ദിവസം കണ്ടില്ല. വീണ്ടും കുറഞ്ഞോ എന്ന് കഴിഞ്ഞാലോ നിങ്ങളോ, പ്രീ ഡെസ്റ്റിനേഷനുള്ള മുൻകുറിക്കപ്പെട്ടവർ മാത്രമേ കാണൂ, ലോകത്തുള്ള നിങ്ങളാരും കണ്ടിട്ടില്ല. അവർക്ക് എന്നെ അറിയാൻ കഴിയാത്തതിനാൽ അവർക്ക് പ്രാപിക്കാനും കഴിയില്ല. ഈ പോയിട്ട് വന്ന ആത്മാവ് അത് ശരീരത്തിൽ നിന്ന് യേശു മുകളിലേക്ക് പോയിട്ട് ശരീരം യാഗവസ്തു സ്വർഗ്ഗിടങ്ങളിലെ അത് അവിടെ എങ്ങനെ വചനമായിട്ടോ എങ്ങനെയായിരുന്നാലും അത് അവിടെ ആക്കിയതിന് ശേഷം ആ ആത്മാവ് ഭൂമിയിലേക്ക് വന്നു. അതാണ് ക്രിസ്തു, പരിശുദ്ധാത്മാവ്. യേശു എന്ന് വെച്ചാൽ ക്രിസ്തു അല്ലേ? അപ്പോസ്തലന്മാർ പറഞ്ഞില്ലേ യേശു തന്നെ ക്രിസ്തു എന്ന് പഠിപ്പിച്ച് നടന്നു. ഈ ഹൃദയത്തിൽ ഇരിക്കുന്ന ആരാ? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അതായത് യേശു ക്രിസ്തു ഇരിക്കുന്നത്, അതാണ് പരിശുദ്ധാത്മാവ്, അതാണ് ദൈവത്തിന്റെ മന്ദിരം. യേശു ക്രിസ്തു ദൈവം അല്ല എന്ന് പഠിപ്പിക്കുന്നു, ഇരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ മന്ദിരമെന്നും, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമെന്നും പറയുന്നു, ദൈവത്തിന്റെ മന്ദിരമെന്നും പറയുന്നു. ഓക്കെ, അത് തൃത്വം അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ഓക്കെ, അപ്പൊ കൊലോസ്യർ 1:27 പറയുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മമോ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ആളാണ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നതെന്ന് ബൈബിൾ പറയുന്നത്. യേശു ക്രിസ്തുവാണ് ഇരിക്കുന്നതെന്ന്. അങ്ങനെയെങ്കിൽ അവരുടെ ഉള്ളിൽ വന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് പറഞ്ഞതിനെ തന്നെ നിങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നിട്ട് നിങ്ങൾ യേശുവിനോട് കൂടെ യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞതാരാണ്? അവരുടെ ഉള്ളിലിരിക്കുന്ന യേശു ക്രിസ്തു. അപ്പോൾ അപ്പോസ്തലന്റെ ഉള്ളിലിരുന്ന് സ്നാനം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പറഞ്ഞതാരാണ്? ഇതേ യേശു ക്രിസ്തു തന്നെയാണ്. ഇതേ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു വന്നു. യേശു ക്രിസ്തു തന്നെ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഇരിക്കുന്ന അപ്പോസ്തലന്മാർ പറയുന്നു. എങ്ങനെ? അതേ യേശു ക്രിസ്തുവിനാൽ. പക്ഷേ ലോകത്തെ സഭയെല്ലാം പറയുന്നു യേശു ക്രിസ്തു അങ്ങ് മുകളിലിരിക്കുന്നു, ദൈവം അതിന്റെ ഇടതുവശത്തിരിക്കുന്നു, പരിശുദ്ധാത്മാ മൂന്നാമത്തെ ആളത്വം. അതുപോലെ ഇതിന്റെ ലാസ്റ്റ് നിങ്ങളൊന്ന് പറയുന്നുണ്ട്, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരും വിഗ്രഹാരാധികളൊന്നും സ്വർഗരാജ്യം പ്രാപിക്കില്ല. സഹോദരന്മാരെ, കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള സഭക്കാരായ നിങ്ങൾ, TPM സഭക്കാരെ, നിങ്ങളാണ് വിഗ്രഹാരാധികൾ. നിങ്ങൾ 3 പേര്, നിങ്ങൾ യേശുവിന്റെ പിതാവാണ് ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ് സ്തോത്രം കൊടുക്കേണ്ടത്, ദൈവത്തെയാണ് സ്തുതിക്കേണ്ടത്. നിങ്ങൾ യേശുവിന്റെ നാമസ്തോത്രം, യേശുവെ സ്തോത്രം എന്ന് പറയുന്നില്ലേ? വിഗ്രഹമല്ലേ? ഒന്നിന് പകരം മറ്റൊന്ന്. യേശു പുത്രനാണ്, അത് വേറെയാണ്, രണ്ടാമത്തെ ആളാണെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ആളാണെന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നു. നിങ്ങളല്ലേ പക്ക വിഗ്രഹാരാധികൾ. ഈ കത്തോലിക്ക, പെന്തക്കോസ്ത്, മാർത്തോമ, CSI, ലൂതർ, മിഷൻ, സമുദ്ര, യഹോസാക്ഷികൾ, യേശുനാമ സഭകൾ, TPM, CPM, സിലോൺ പെന്തക്കോസ്ത്, ഓർത്തഡോക്സ് എല്ലാവരും വിഗ്രഹാരാധികളാണ്. ആത്മാവ് ഒന്ന്. ഇവിടെ പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന യേശു ക്രിസ്തു, അത് പരിശുദ്ധാത്മാവാണെന്ന് ബൈബിൾ പറയുന്നു. അത് ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു വെച്ചാൽ പരിശുദ്ധാത്മാവ്. ഈ ഉപദേശം, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ആരും പിതാവില്ല. ഈ ക്രിസ്തു ആരാണ്? യോഹന്നാൻ 14:26 യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം എന്റെ നാമത്തിലേക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. അപ്പൊ ഉപദേശകനെ അയക്കുന്നത് യോഹന്നാൻ, യേശു ജീവിച്ചിരിക്കുമ്പോഴേ പറയുന്നു. യോഹന്നാൻ 14:26 പറയുന്നു ഉപദേശകൻ പരിശുദ്ധാത്മാവാണെന്ന്. ആ പരിശുദ്ധാത്മാവാണ് ക്രിസ്തു എന്ന് ബൈബിളിൽ പറയുന്നു, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ. പക്ഷെ നിങ്ങൾ പറയുന്നു പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ആളെന്ന്. ദേ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശു എന്ന് ഇവിടെ അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9:22
ശൗലോ, അതായത് പൗലോസ്, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു ദമാസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. നിങ്ങളെ മിണ്ടാതാക്കാൻ പറ്റില്ല, കാര്യം നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവല്ല ഇരിക്കുന്നത്. ദൈവാത്മാവാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ ഹൃദയത്തിലിരിക്കുന്ന യേശു ക്രിസ്തു ആണെന്ന്. നിങ്ങൾ പറയും യേശു ക്രിസ്തു പിതാവിൻ്റെ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണെന്ന്. ബൈബിൾ പറയുന്നു യേശു ക്രിസ്തുവാണ് ഹൃദയത്തിലിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ എങ്ങനെ കുഞ്ഞാടിനെ അനുകരിക്കുന്നു? ഈ കോടിക്കണക്കിന് ജനത്തെ നിങ്ങൾ ഭോഷ്ക് പഠിപ്പിക്കുകയല്ലേ? ഞാൻ ഈ വിശ്വാസത്തിൽ വന്നിട്ട് വെറും 11 വർഷമേ ആയുള്ളൂ. അതിനുമുമ്പ് എനിക്ക് ഒന്നും അറിയില്ല, ഒരു ചുക്കും മണ്ണാങ്കട്ടെ അറിയില്ല. പക്ഷേ ഇപ്പോൾ ദൈവകൃപയാൽ 7ാമത്തെ സഭയിൽ ദൈവം ഒരുവനിലൂടെ, വില്യം മരിയം ബ്രൻഹാമിലൂടെ ദൈവവചന വ്യാഖ്യാനങ്ങൾ, വെളിപ്പാടുകൾ തന്നു, സംസാരിച്ചു കഴിഞ്ഞു. നാം മണവാട്ടി ജനം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച സകല മർമ്മങ്ങളും കർത്താവ് വെളിപ്പെടുത്തി കഴിഞ്ഞു. നിങ്ങൾ എന്തിനാ സഹോദര ഇങ്ങനെ ഭോഷ്ക് പഠിപ്പിക്കുന്നത്? ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞത് ക്ഷമിക്കുക. ഇങ്ങനെ ഷൗട്ട് ചെയ്ത് പറയുന്നത് ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിച്ചു. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും പറയുന്നു. ഓക്കെ, 1 കൊരിന്ത്യർ 3:16 പറയുന്നത് പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. അവിടെ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. പരിശുദ്ധാത്മാവ് 3ാമത്തെ ആള്, ദൈവം അങ്ങ് സ്വർഗത്തിൽ എന്ന് പറയുമ്പം ദൈവം പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന്. കാര്യം എന്താ? പരിശുദ്ധാത്മാവ് വസിക്കുന്നു, ആ വസിക്കുന്ന ശരീരം മന്ദിരം. ഇനി അടുത്ത് 1 കൊരിന്ത്യർ 6:19, ഇപ്പോൾ വായിച്ചത് 1 കൊരിന്ത്യർ 3:16. അടുത്ത് 1 കൊരിന്ത്യർ 6:19 പറയുന്നു ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. ഇങ്ങനെയാണ് ബൈബിൾ, ഭാഗമായും വിവിധമായും. അപ്പോൾ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം, പക്ഷേ അതിനെ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നു പരിശുദ്ധാത്മാവ് 3ാമത്തെ ആള്. നിങ്ങളല്ലേ സഹോദര വിഗ്രഹാരാധി? ഇതിനകത്ത് നിങ്ങൾ പറയുന്നുണ്ട് വിഗ്രഹാരാധി അല്ല, സ്വർഗരാജ്യം പ്രാപിക്കില്ല. നിങ്ങൾ വിഗ്രഹാരാധിയാണ്, ബന്ധക്കോസുകാരും സകലരും. ഓക്കെ, ഇത് പറഞ്ഞിരുന്ന കുറേ പറയാനുണ്ട്, ഞാൻ ആ വാക്യങ്ങളൊക്കെ വിടുന്നു. ഇനി 5ാമത്തെ 7 ഉള്ളൂ, 2 കൂടെ, 5 7 കൂടെ. ഓക്കെ, മർക്കോസിന്റെ സുവിശേഷം 19:29 യേശു പറഞ്ഞു, എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും ഒരുത്തൻ എന്നെ പിൻഗമിക്കുവാൻ ഇച്ഛിച്ചാൽ, എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ അപ്പനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞാൽ ഈ ലോകത്തിൽ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും. ഓക്കെ, ഇതിപ്പോ സംസാരിച്ച കാര്യമാണ്. ഇനി അടുത്തത്, അവർ അവനെ അനുഗമിച്ചവരാണ്. അതാണ് ഇവിടെ 4ാമത്തെ യോഗ്യത എന്ന് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ അടുത്തത്, അവർ ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്ന. ആ ഭാഗം വായിച്ചാട്ടെ. അതിന്റെ ശ്രദ്ധിക്കണേ. അടുത്ത ഒരു തെറ്റായ ഒരു പഠിപ്പിക്കൽ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഈ ജനം ഇത്രയും വലിയ പണ്ഡിതന്മാർ ബൈബിൾ മുഴുവൻ തലനാരിട കയറി അരച്ച് കലക്കി കുടിച്ചിട്ട് ഈ വചനം കേട്ടിട്ട് ഒരു വചനം, ഞാൻ ഈ വചനം നോക്കിയപ്പോൾ ഇതൊന്നും മനസ്സിലായില്ലായിരുന്നു. അതായത് ഇത് കേട്ട സമയത്ത്, എന്നിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടി റെഫർ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ഓരോ വചനം നോക്കിയപ്പോൾ കർത്താവ് ഇണവചനം കാണിച്ചു തരുന്നു. ഒരിടത്ത് ഇന്നത് ഓരോ സ്ഥലത്ത് കിടക്കുന്നു, അങ്ങനെ ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താ പറയുന്നത്? 5ാമത്തത്, ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ. ഇവരെങ്ങനെയാണ് ആക്കി തീർക്കുന്നത് നോക്കുക. എന്നിട്ട് ആ മനുഷ്യരാരാണെന്നും മനുഷ്യരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്ത ആരാണെന്ന് കാണിച്ചു തരാം. അവര് ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ആദ്യഫലമായി വീണ്ടെടുത്തിരിക്കണം. ഈ ആദ്യഫലം, ആദ്യവിളവെന്നൊക്കെ പറയുന്നതിന്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് നേരെ ഈജിപ്തിലേക്ക് പോയെങ്കിലേ പറ്റത്തുള്ളൂ. ഇസ്രായേൽ മക്കൾ 430 വർഷം ഇത് ഈ ആദ്യ ഫലമായി ഇവരെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ലഘുവായിട്ടൊരു കാര്യം പറയാം. ഇസ്രായേൽ ജനത്തിന് ദൈവം വഴി നടത്താനും ഇസ്രായേലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് യെരുശലേം കൊടുത്തു. അവിടെ അവരെ ആക്കി രാജാക്കന്മാർ. ആദ്യം ദൈവം തന്നെ ദൈവിക രാജ്യത്വത്തിൽ വഴി നടത്തപ്പോൾ ലോകത്തെല്ലാം രാജാക്കന്മാരുള്ളതുകൊണ്ട് ഞങ്ങൾക്കും രാജാവിനെ നിയമിച്ചു തരാണോ എന്ന് പറഞ്ഞിട്ട് അവസാനം അവർക്ക് രാജാവിനെ കൊടുത്തു. അപ്പോൾ കർത്താവോടെ പറഞ്ഞത്, നീ അവരെ രാജാക്കന്മാരെ നിയമിച്ചു കൊടുക്കുക, അവർ നിന്നെയല്ല എന്നെ ആകുന്നു തള്ളിക്കളയുന്നത്. അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു വ്യക്തികളെയും കർത്താവിന് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇസ്രായേൽ ജനങ്ങളെ എടുക്കാൻ കഴിഞ്ഞില്ല. അത് ആദ്യ ഫലമായി അവിടെ നിന്ന് ആരും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെയോ പഴയ നിയമകാലത്ത് ജീവിത വിശുദ്ധിയോടുകൂടി ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ച കുറച്ചു പേരെ, അപ്പോഴും അവരെ ആദ്യ ഫലമായിട്ടുള്ളതല്ല, അവര് ക്രിസ്തു മരിച്ചതിന് ശേഷം കർത്താവിന്റെ രക്തത്താൽ അവരുടെ പാപം മോചിക്കപ്പെട്ടതിനാൽ കർത്താവ് കൃപയാൽ അവരെ എടുക്കപ്പെടുകയാണ്. ഇനി കർത്താവ് നേരിട്ട് ഈ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് നേരിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ഈ ജനമാണ്. അതുകൊണ്ടാണ് അവരെ ആദ്യ ഫലം എന്ന് പറയുന്നത്.
ഇനി നിങ്ങൾ ഇതിനെ വളച്ചൊടിച്ച് എവിടെയൊക്കെ കൊണ്ടുപോയി നോക്കണം. ഞാൻ എല്ലാ വീഡിയോസ് കുറേ കട്ട് ചെയ്തിട്ട് കളഞ്ഞു. ഇസ്രായേലിൽ നിന്ന് ഒരു ആദ്യത്തെ സന്താനങ്ങളെല്ലാം കൊന്നു കളഞ്ഞതും ആ ആദ്യ ഫലം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സഹോദര. കണക്ട് ചെയ്യാൻ കഴിയാത്തതും കണക്ട് ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത വചനങ്ങളെല്ലാം എടുത്ത് കണക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ നോക്കുമ്പോൾ കർത്താവ് ഹൃദയത്തിൽ പറഞ്ഞു തന്ന ഓരോരോ സ്ഥലത്ത് നിന്ന് ഉൽപ്പത്തിയിലുണ്ട് ഈ മനുഷ്യരാരെന്ന്. നിങ്ങൾ ഇതൊന്നും തൊടുക പോലും ഇല്ല. നോക്കോ പാർത്തിട്ട് അവസാനം അവിടെ വിടുവിക്കുന്ന സന്ദർഭത്തില് ഫറവോന്റെ ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന ഫറവോന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കണമെങ്കിൽ ഒരു രക്ഷയില്ല. മോശെ അയച്ചു, ഒത്തീർപ്പ് ചർച്ചയൊക്കെ നടത്തി, ചർച്ച കൊണ്ട് നടക്കത്തില്ല, ബാധകൾ ആരംഭിച്ചു. 9 ബാധയിലും ഫറവോൻ അയയുന്നില്ല. 10ാമത്തെ ബാധ ദൈവം തമ്പുരാൻ അയച്ചു. ആദ്യജാതന്മാരും, അതായത് കേട്ടല്ലോ, ഫറവോനെ അയച്ചു, ഫറവോൻ അയയുന്നില്ല. അതായത് അവന്റെ ഹൃദയത്തെ കഠിനമാക്കി. ഇതാണ് നേരത്തെ പറഞ്ഞത്. ആയിക്കോളാം, ഇവർ പറയുന്ന അടുത്ത ഈ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനുള്ളതായ ഒരു യോഗ്യതയും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ട് ഈ ശുശ്രൂഷ ലഭിച്ചതല്ല. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി തീർത്തു. എന്തുകൊണ്ട്? കർത്താവ് ഞങ്ങളെ ലോക സ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്ത്. എന്റെ പൊന്നു സഹോദര, നിങ്ങളെയൊന്നും തിരഞ്ഞെടുത്തില്ല. നിങ്ങളുടെ ഇടയിലുണ്ട്, തിരഞ്ഞെടുത്തവരുണ്ട്. അവർക്കായിട്ടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജ്ഞാനിയാ, നിങ്ങളെയൊന്നും കിട്ടില്ല. ഇനി മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത നമ്മുടെ 5ാമത്തത്, ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത. അതായത് കുഞ്ഞാടിനും എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവത്തിനും കുഞ്ഞാടിനും പഴയ നിയമത്തിൽ യഹോവയായ ദൈവം സ്വയം വഴി നടത്തി. അത് കഴിഞ്ഞ് ദൈവം ഓരോരുത്തരെ ആക്കി വഴി നടത്തി. അപ്പോഴൊന്നും വലിയൊരു കൂട്ടം അല്ലെങ്കിൽ വിടുതൽ പറ്റിയില്ല. ഈ 70 ആഴ്ചവട്ടം കൊണ്ട് ഇസ്രായേലിനെ വിടുവിച്ചുകൊണ്ട് പോകാനായിട്ട് യേശു വന്നു. അപ്പോഴും ആരെയും കിട്ടിയില്ല. പക്ഷേ എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട കുറച്ചുവരെ കൊണ്ടുപോയി. അവരെയും ദൈവവചന പ്രകാരം വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോയതല്ല. പക്ഷേ ഭൂമിയിൽ നിന്ന് നേരെ കർത്താവ് എടുത്തുകൊണ്ട് പോകുന്ന യഹൂദന്മാരുടെ ഇടയിൽ നേരെ ആദ്യം എടുക്കുന്ന ആദ്യ ഫലം. ഇത് എവിടെ നിന്നാണ്? ഈ യഹൂദന്മാരാണ്. നിങ്ങളല്ല എന്ന് കാണിക്കാം. നിങ്ങൾ മനുഷ്യരാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങൾ ജാതികളാണ്. നിങ്ങൾ യഹൂദനാണോ? ഇവിടെ പറയുന്ന 144,000 പേർ യഹൂദന്മാരാണ്. നിങ്ങൾ ഈ മനുഷ്യരാരാണെന്ന് നോക്ക്. ഉൽപ്പത്തി 6-ാമത്തെ അധ്യായം എടുക്ക്. ഉൽപ്പത്തി 6-ാമത്തെ അധ്യായം ദൈവം ഭൂമിയെ നശിപ്പിക്കാനുള്ള കാരണം നോക്ക്. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. മനുഷ്യരാണ് ഇവിടെ പറയുന്നത്. മനുഷ്യരുടെ ഇടയിൽ നിന്ന്. ഈ മനുഷ്യരാരാണെന്നുള്ള പറഞ്ഞുതരാം. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ, ശ്രദ്ധിക്കുക, അവിടെ മനുഷ്യർ പെരുകി തുടങ്ങി. അപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ. ഈ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വെച്ചാൽ സേത്തിന്റെ വംശപരമ്പര. ഈ മനുഷ്യരെന്ന് പറഞ്ഞാൽ കായീന്റെ വംശപരമ്പര. നിങ്ങളും ഞങ്ങളും എല്ലാം കായീന്റെ വംശപരമ്പരയിൽപ്പെട്ടതാണ്. സേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട് അബ്രഹാം, ഇസാഖ്, യാക്കോബ് അവിടുന്ന് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. 12 ഗോത്രങ്ങൾ പിന്നീട് വന്നു. നമ്മൾ അതിലൊന്നും പെടുന്നതല്ല. നമ്മൾ ജാതികളാണ്. ഇനി മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർ പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരാക്കിയെടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ അവന്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ 144 4-ാമത്തെ വാക്യത്തിൽ അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരുടെ അടുക്കൽ ചെന്ന് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ. കണ്ടല്ലോ, മനുഷ്യരുടെ പുത്രന്മാർ മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ കായീന്റെ വംശപരമ്പര ഭൂമിയിലെല്ലാം നിലനിൽക്കെ ദൈവത്തിന്റെ പുത്രന്മാരുടെ ഒരു പരമ്പര സേത്ത് മുതൽ അത് കൈമാറി വന്ന് നോഹയുടെ മക്കൾ, ഹാമിന്റെ മക്കൾ, അങ്ങനെ കൈമാറി അവിടെയും മിങ്കിൾ ചെയ്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൽ നിന്ന് 13 മക്കൾ. ഒന്ന് എടുത്തില്ല, ഒരു പെൺകുട്ടിയാണ്, അതിനെടുത്തില്ല. ബാക്കി 12 ആൺകുട്ടികൾ. ഇസഹാക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇസ്മായിലിലും 13 ഉണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഇസഹാക്കിലും 13 പേരുണ്ട്. അവിടെ നിന്ന് 12 ആണുങ്ങളെ വെച്ചിട്ട് ഒരു ഗോത്രം തിരിച്ചു, 12 ഗോത്രം. ഇവിടെയും 12, ഇസഹാക്കിൽ നിന്ന് 12 ഗോത്രം. ഇസഹാക്കിൽ നിന്ന് വേർപെട്ട് വരുന്ന. അപ്പോൾ എബ്രായ അവിടെ നിന്ന് ഇസ്രായേൽ വരുന്നു. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരു ഗോത്രത്തെ, ഒരു കൂട്ടം ജനത്തെ എടുത്തിട്ട് പിന്നെ 12 ഗോത്രത്തെ കൊണ്ടുവന്നു. അപ്പോഴും 12 ഗോത്രം. ഇനിയാണ് വെളിപ്പാട് 7. ഈ വെളിപ്പാട് 7 ദൈവത്തിന്റെ ദാസന്മാരെന്നാണ് പറയുന്നത്. ആ ദാസന്മാർ, അവരെ വിളിച്ച് വേർതിരിച്ച 144,000 പേര് ഓരോ ഗോത്രത്തിൽ നിന്നും വ്യക്തമായിട്ട് അവിടെ പറയുന്നു.
അവരെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യരുടെ ഇടയിൽ ഭൂമി മുഴുവനുള്ള ഈ 144,000 പേര്, അതായത് കർത്താവിൻ്റെ വരവ് കഴിഞ്ഞ് മണവാട്ടി എടുത്തതിന് ശേഷം 144,000 ഭൂമിയിലുള്ള ആകമാനമുള്ള മനുഷ്യരുടെ ഇടയിലും യഹൂദന്മാർ എന്ന് പറയുന്നവരുടെ ഇടയിൽ നിന്നിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം, ചെറിയൊരു കൂട്ടം ജനമാണ് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളല്ല സഹോദര, ആ യഹൂദന്മാർ 144,000 പേരാണ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ഇനി അടുത്തത് ആറാമത്തെ, ഒന്നുകൂടെ ഉള്ളൂ, ആറാമത്തതെന്ന് കേൾക്കാം. സകല ദൈവമക്കൾക്ക് പകരം ആദിജാതന്മാരായി ഈ ശുശ്രൂഷ ദൈവം ഞങ്ങളെ വരമേൽപ്പിച്ചു. മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഇടയിൽ നിന്നും ആദിജാതന്മാരായി വേർതിരിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷകർ. ഈ സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്ന 144,000 പേർ അവർ ആദിജാതന്മാരായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരാണ്. എന്റെ പൊന്ന് സഹോദര, നിങ്ങളല്ല TPM സഹോദരന്മാരെ, TPMൽ വിശ്വസിക്കുന്നവരെ, നിങ്ങളെല്ലാം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ നിങ്ങളെ ചതിക്കുകയാണ്. ഈ പുരോഹിത വർഗം നിങ്ങളെ ആകമാനം ചതിക്കുകയാണ്. സിയോൻ മലയിൽ കുഞ്ഞാടിനോടൊപ്പം നിൽക്കുന്ന 144,000 പേർ ഇവിടെ ഇരിക്കുന്നവരാണെന്ന് പറയുന്ന ഭോഷ്കാണ്, അവിടെ വായിൽ ഭോഷ്കാണ്. എൽഡർ റോയി എം, നിങ്ങൾ ഭോഷ്ക് പഠിപ്പിക്കുന്നു. TPM പുരോഹിതന്മാരെ, CPM പുരോഹിതന്മാരെ, ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ സകലരെയും കൊല്ലുന്നു. നിങ്ങളുടെ വേറെ കുറെ ഉദ്ദേശം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സ്നാനമുണ്ട്, കായിനും ഹാബേലും, ഒരുപാട് വിഷയങ്ങൾ, ധാരാളം വിഷയം, എല്ലാം ഭോഷ്ക പഠിപ്പിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ വിട്ടു പോരുവൻ. ഇവരുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവൾക്ക് ശിക്ഷ വന്നു കഴിഞ്ഞു. കേൾക്കുക. ഒരു യോഗ്യതയും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ട് ഈ ശുശ്രൂഷ ലഭിച്ചതല്ല. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി തീർത്തു. എന്തൊരു ഭോഷ്കാണ്! പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കിയത്. ഇതാണ് എഫേസ്യ ലേഖനം 2:20 വായിച്ചപ്പോൾ അപ്പോസ്തലൻ പ്രവാചകന്മാരായിരിക്കെ അവരെ ഒന്നാക്കി തീർത്തു. അപ്പോസ്തലന്മാർ പ്രവാചകന്മാരായിരിക്കെ, അങ്ങനെയല്ല. പ്രവാചകന്മാർ ക്രിസ്തു എന്ന മൂലക്കലിനോട് ചേർന്നുള്ളത്, അതിന്റെ മുകളിലാണ് അപ്പോസ്തലന്മാർ, അതിന്റെ മുകളിലാണ് അപ്പോസ്തലന്മാരുടെ വചനം കേട്ട്. ഇനി മൂലക്കല്ലിൽ നിന്ന് അപ്പോസ്തലന്മാർക്ക് ലഭിക്കണം. പ്രവാചകൻ, പഴയ നിയമത്തിലെ വാക്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ നിയമത്തിലെ അപ്പോസ്തലന്മാർ പറയുന്ന വചനം കേട്ട് വിശ്വസിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കല്ലുകളാകുന്ന അല്ലെങ്കിൽ തന്റെ ജനമാകുന്നവരെ കൊണ്ടാണ് ആ സഭ പണിയുന്നത്. സിയോൻ, അവിടുത്തെ യെരുശലേം. അല്ല, നിങ്ങളല്ല, ഈ ഭോഷ്ക് പഠിപ്പിക്കുന്ന നിങ്ങളല്ല സഹോദര. നിങ്ങൾ അവകാശപ്പെടുന്ന ഈ കൂടിയിരിക്കുന്നവരാണെന്ന്. ഭോഷ്ക്. നിങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തുകൊണ്ട്? കർത്താവ് ഞങ്ങളെ ലോക സ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്ത് ലോകത്തിൽ സകല ദൈവമക്കൾക്ക് പകരം ആദിജാതന്മാരായി ഈ ശുശ്രൂഷ ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ചു. ശുശ്രൂഷ ദൈവം നിങ്ങളെ അതുകൂടെ ഒന്ന് കേട്ടിട്ട് പോകും. ശുശ്രൂഷ നിങ്ങളെ ദൈവമാണ് ഭരമേൽപ്പിച്ചതെങ്കിൽ, അതായത് ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചു. അപ്പോസ്തലർ പ്രവൃത്തി 2:39 ഒന്ന് വായിക്കേ. TPM സഹോദരന്മാരെ, നിങ്ങൾ മുഴുവൻ ഒന്ന് വായിക്കേ. അപ്പോസ്തലർ പ്രവൃത്തി 2:39 അവിടെ പറയുന്നു. അപ്പോസ്തലർ പ്രവൃത്തി 2:38 പ്രമാണിച്ചനുസരിക്കാൻ ആർക്കാണ് കഴിയുന്നതെന്ന് 39. അപ്പൊ ആദ്യം 38 വായിക്കാം. ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ ദാനം ലഭിക്കുവാനുള്ള വാഗ്ദത്തം. അടുത്തത്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, യെരുശലേമിൽ കൂടിയിരുന്ന യഹൂദന്മാർക്കും അവരുടെ തലമുറകൾക്കും, ഇന്നു വരെയുള്ള എല്ലാ യഹൂദന്മാർക്കും. അടുത്തോ, ശ്രദ്ധിക്കുക, നിങ്ങളെ ദൈവം വിളിച്ചാക്കിയ ശുശ്രൂഷ എന്ന് പറഞ്ഞല്ലോ, ദൈവമാണ് വിളിച്ചെങ്കിൽ അപ്പോസ്തലർ 2:39 നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ ഈ സ്നാനം. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം നിങ്ങളെ ദൈവമാണ് വിളിച്ചു വരുത്തിയെങ്കിൽ, ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കൊന്നും എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കർത്താവ് വിളിച്ചുവെങ്കിൽ, ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ വിളിച്ചുവെങ്കിൽ, പേര് ചൊല്ലിയെങ്കിൽ, ജീവിതത്തിൽ പേരെഴുതെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു അഭിഷേകം, ദൈവവചനമെങ്കിലും ഉണ്ടാവും. ആ വചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട് സ്നാനം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യിപ്പിക്കും. ഞാൻ പെന്തക്കോസ്തിന്റെ ഒരു ശുശ്രൂഷയായിട്ടിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു, TPMൽ പോയി, അനേക സഭകളിൽ പോയി. 7ാമത്തെ സഭയാണ് ഞാനിവിടെ വരുന്നത്. 6 ഭർത്താക്കന്മാർ എനിക്കുണ്ടായിരുന്നു, 6 സഭ എനിക്കുണ്ടായിരുന്നു. 6 അല്ല എൻ്റെ ഭർത്താവ്. 7ാമത് കിണറ്റിയുടെ സ്ത്രീക്ക് ഒരു ഭർത്താവിന് കിട്ടി. അവളുടെ ഭർത്താവ് യേശുക്രിസ്തു. പിന്നെ ആ യേശുക്രിസ്തുവിന് വേണ്ടി അവൾ ഓടി. അവൾ ഷണ്ടനായി.
ക്രിസ്തു നിമിത്തം വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം അവിടെ ഇട്ടിട്ട് പോയി. അവൾ ഷണ്ടനായി. ലോകത്തിലെ കാര്യം, ഭർത്താവിന്റെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാം അവൾക്ക് വലുതായിരുന്നു. പിന്നെ പോയി കല്യാണം കഴിച്ചില്ലെന്നല്ല, പിശാചി പഠിപ്പിക്കുന്ന ഈ ഭോഷ്കൊന്നും പഠിപ്പിക്കാൻ സഹോദര. അവളവിടെ ഷണ്ടത്വം സ്വീകരിച്ചു. ക്രിസ്തുവിന് വേണ്ടി അവൾ പോയി ചെന്ന് പറഞ്ഞെന്താ, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു, വന്നു കാൺമീൻ. അതായത് കുഞ്ഞാടിനെ അനുകരിക്കാൻ. ഞങ്ങളും അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് ജനത്തെ ചേർന്ന് ഈ സഭകളിൽ നിന്നും അപ്പോസ്തലന്മാർ ആരെ ചൂണ്ടിക്കാണിച്ചിരുന്നു? യേശുവിനെ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നവരെ കണ്ടോ. അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിനെ കാണിച്ചിരുന്നു. യേശു എന്ത് പറഞ്ഞു? പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ അത്രേ ഞാൻ വന്നത്. യേശു ക്രിസ്തു കാണിക്കുന്ന ദൈവത്തെ കാണിക്കുന്നു. അപ്പോൾ യഹോവയുടെ അനുകാരി ആരാണ്? അപ്പോസ്തലന്റെ അനുകാരി. അപ്പോസ്തലനെ അനുകരിക്കുന്നവൻ മാത്രമേ യഹോവയുടെ അനുകാരിയാവുള്ളൂ, യഹോവയുടെ സാക്ഷിയാവുള്ളൂ. അല്ല യേശുവിനെയും തള്ളി അപ്പോസ്തലനെയും തള്ളി ഇരിക്കുന്നവരൊന്നും യഹോവയുടെ സാക്ഷിയാവില്ല, യഹോവയുടെ അനുകാരിയാവില്ല. നിങ്ങളൊന്നും കുഞ്ഞാടിന്റെ അനുകാരിയുമല്ല കേട്ടോ. ഓക്കെ, ഇനി വാഗ്ദത്ത് മോഹനങ്ങൾക്ക് കുറെ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളിൽ നിന്നും ആദിജാതന്മാരായി വേർതിരിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷകർ. ഈ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 1,44,000 പേർ. അവർ എന്റെ പൊന്ന സഹോദര, ഇതൊക്കെ കേട്ടിട്ട് ഞാൻ യേശു പറഞ്ഞതുപോലെ പറയേണ്ടി വരും. ഞാനത് ഒഴിവാക്കുന്നു. പരീക്ഷ യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ വായിച്ചു നോക്കുക. ഒരു 30-32 പോലൊക്കെ വായിച്ചു നോക്കുക. തർക്കിച്ച് അവസാനം യേശു എന്ത് പറഞ്ഞെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവും. സഹോദരങ്ങൾ, ഇത് കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. വാട്സപ്പ് നമ്പർ 9809150386 എന്റെ വാട്സപ്പ് നമ്പറാണ്. ഓക്കെ, ആദിജാതന്മാരായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരാണ്. എന്താ പറയുക, 2 കൂടെ ഉള്ളൂ. ഓക്കെ, ഇവരുടെ പ്രത്യേകത ഭോഷ്കരുടെ വായിലില്ല. നമ്മളെല്ലാവരും വലിയ പാപങ്ങളുടെ പട്ടിക ഒരുപാടുണ്ട്. കൊലപാതകം വലിയ പാപമാണ്, മോഷണം വലിയ പാപമാണ്, അഡൾട്ടറി വലിയ പാപമാണ്. ഇതെല്ലാം വലിയ പാപം, മരണകരമായ പാപമാണ്. പക്ഷേ സത്യവേദ പുസ്തകം പഠിക്കുമ്പോൾ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ട് പുതിയ യെരൂശലേമിലും സിയോനിലും പോകത്തില്ലെന്ന് തിരുവഴുത്തിൽ ആവർത്തിച്ചു പറയുന്ന ഒരൊറ്റ പാവമേ ഉള്ളൂ. 3 പ്രാവശ്യം പറയുന്നു പുതിയ യെരൂശലേമിനകത്തോട്ട് കയറ്റിവിടത്തിൽ ഒരു കൂട്ടരെ. ആരെയാണെന്നറിയാമോ? കള്ളം പറയുന്നവരെ. എന്റെ പൊന്നു സഹോദര, അത് നിങ്ങൾ തന്നെയാണ് ഈ കള്ളം മുഴുവൻ പറയുന്നത്. യേശു പറയാത്തതിനെ യേശു പറഞ്ഞതാക്കി. അങ്ങനെയെങ്കിൽ പുരുഷന്റെ അവസ്ഥ ഇതാണെങ്കിൽ വിവാഹം കഴിക്കാൻ നല്ലത്. അത് യേശു പറഞ്ഞിരിക്കുന്നു വിവാഹം കഴിക്കണ്ടെന്ന്. യേശു അല്ല അവിടെ കൂടി ജനമാണ് പറഞ്ഞത്. ഇനി വിവാഹം കഴിക്കണ്ടെന്ന് പറഞ്ഞത് ആദ്യത്തെ വിവാഹമല്ല, ഒരുത്തനെ ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കണ്ട എന്നുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ അവളെ വിവാഹം കഴിക്കണ്ട, അത് വിവാഹം കഴിക്കാൻ നല്ലത്. ഇതിനെയൊക്കെ നിങ്ങൾ ഭോഷ്ക്ക് നിങ്ങളുടെ വായിൽ കള്ളം പറയും. നിങ്ങൾ ഒരു കാരണവശാലും അവിടെ പോകില്ലെന്ന് 3 തവണയല്ല 1000 തവണ ഞാൻ പറയാം. പറയുന്നവരെ അത് ആരാണെങ്കിലും ശരി പുതിയ യെരൂശലേമിനകത്തോട്ട് കേട്ടത്തില്ല. 3 പ്രാവശ്യം പറഞ്ഞിരിക്കുക. ക്രിസ്തുവിന്റെ മണവാട്ടി, ക്രിസ്തുവിന്റെ കാന്ത, ഭോഷ്ക് പറയുന്നവരാവരുത്. ഭോഷ്ക് പറയുന്നവർ പുതിയ യെരൂശലേമിലും കാണത്തില്ല, സിയോനിലും കാണത്തില്ല. നമുക്ക് 1-2 വാക്യം നമുക്ക് നോക്കാം. ഇപ്പൊ തരും ഒരു 7-8 മിനിറ്റ് കൂടെ ഉള്ളൂ, പെട്ടെന്ന് തീരുന്നുണ്ട്. ഇതിവിടെ കഴിഞ്ഞു, അടുത്തത് കൂടെ. വെളിപ്പാട് 21-8 വാക്യം. അവിടെ പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ. വായിച്ചാട്ടെ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ. സഹോദര, ഇതെല്ലാം നിങ്ങൾ തന്നെയാണ്. ഭീരുക്കളാണ്, അറയ്ക്കപ്പെട്ടവരാണ്, ക്രൂശന്റെ വചനത്തിൽ ശത്രുക്കളാണ്, ഭോഷ്ക് പറയുന്നവരാണ്, ദൈവത്തിന് ഇടർച്ചക്കല്ലാണ് നിങ്ങളത്. നിങ്ങൾ തന്നെയാണ്. കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും. നിങ്ങൾ ബിംബാരാധിയാണ്. ആത്മാവ് 1. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോയി മടങ്ങി വരും, നിങ്ങളിൽ ഇരിക്കും. മത്തായി സുവിശേഷം 28:19 പറഞ്ഞു, ഞാനോ ലോകാവസാനം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ പറഞ്ഞു യേശുക്രിസ്തു അങ്ങ് സ്വർഗത്തിലെന്ന്. ദേ പരിശുദ്ധാത്മാവ് ക്രിസ്തുവാണ് നമ്മൾ വസിക്കുന്നത്. അത് യേശുക്രിസ്തുവാണ്. നിങ്ങൾക്കത് 3 വരെങ്കിൽ നിങ്ങൾ വിഗ്രഹാരാധിയാണ്, നിങ്ങൾ ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരാണ്, ബിംബാരാധിയാണ്, കൊലപാതകനാണ്. നിങ്ങൾ എങ്ങനെയാ യെരൂശലേമിൽ കിടക്കും സഹോദര? ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി, തീയും ഗന്ധകവും കത്തുന്ന പുകയിലത്തെയാണ്. മക്കളെ, ഭോഷ്ക് പറയുന്നവൻ പുതിയ യെരൂശലേമിനകത്ത് ഉണ്ടാവത്തില്ല, തീയും ഗന്ധവും കത്തുന്ന പുകയിൽ. 21-27 വാക്യം വായിച്ചു നോക്കിയാട്ടെ. അവിടെയും പറയുന്നു, വായിച്ചാട്ടെ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്ക് പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കണക്കയില്ല. പുതിയ യെരൂശലേമിനകത്ത്
മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും പുതിയ യെരൂശലേമിനകത്ത് കിടക്കത്തില്ല. സഹോദര, അത് ശരി തന്നെയാണ്, വാസ്തവമാണ്. അത് ഞാനായാലും നിങ്ങളായാലും ആരായാലും ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ വചനത്തെ മുഴുവൻ ദുരുപദേശം പഠിപ്പിക്കുന്നു. നിങ്ങളെയൊക്കെ വീട്ടിൽ കയറ്റി പോലും ചെയ്യരുതെന്നാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശം കൊണ്ടല്ലാതെ ഒരുത്തൻ വന്നാൽ അവനെ വീട്ടിൽ കയറ്റരുത്. ക്രിസ്തുവിൻ്റെ ഉപദേശം എത്രയോ ദൂരെ പോയിരിക്കുന്നു. 22:14 വായിച്ചു നോക്കട്ടെ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ചാട്ടെ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും നിങ്ങളാണ് ക്ഷുദ്രക്കാർ. പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങളെ യേശു ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് കാണിച്ചിരിക്കാൻ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഈ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം നൽകിക്കൊണ്ട് ഇത്രയും പഠിപ്പിച്ചിരിക്കുക. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കി, നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ ജനത്തെ മുഴുവനും ക്ഷുദ്രം ചെയ്ത് മയക്കിയിരിക്കുകയാണ്. TPM ഏറ്റവും വിശുദ്ധിയുള്ള സഭ വെള്ളയിട്ടുകൊണ്ട് എത്രത്തോളം ഭോഷ് പഠിപ്പിക്കുന്നു കോടിക്കണക്കിന് ജനത്തെ. ഇതാണ് യോഹനാൻ, ഇതും ധൂമ്രവർണ്ണ വസ്ത്രം ധരിച്ച കത്തോലിക്ക സഭയെ കണ്ടിട്ടാണ് യോഹനാൻ കരഞ്ഞത്, മുദ്ര തുറക്കാൻ ആരുമില്ലാതെ ഈ ജനം മുഴുവൻ നശിച്ചു പോകുമല്ലോ എന്ന്. അവൻ കണ്ട് അതിശയിച്ച്. നിങ്ങളെപ്പോലെ പെന്തക്കോസ്ത്, കത്തോലിക്ക, മാർത്തോമ, CSI, ലൂതറൻ മിഷൻ എത്രയും ജനം നരകത്തിലേക്ക് പോകാൻ പോവുകയാണ്. കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും അതുകൂടെ കേട്ടോ. അതിനെ പ്രവർത്തിക്കുക എന്താ? വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഭോഷ്ക് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നാമമല്ല. ഇത് 3 വ്യക്തികളെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികളായിരുന്നെങ്കിൽ യേശു നാമങ്ങളിൽ സ്നാനപ്പെടുവിൻ, ബഹുവചനം പറയുമായിരുന്നു, ഒന്നിലധികം നാമങ്ങളിൽ സ്നാനപ്പെടുവിൻ എന്ന് പറയുമായിരുന്നു. യേശു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് പറഞ്ഞിട്ടും ഒരു നാമത്തിൽ സ്നാനപ്പെടാൻ പറഞ്ഞു. കാര്യം എന്താ? പിതാവ് അവനാണ് പറഞ്ഞത്. ആവർത്തന പുസ്തകം 7:9 അവിടെ പറയുന്നു, ഇസ്രായേലെ കേൾക്കാൻ, ലോകത്തിലെ സകല ജാതികളിൽ നിന്നും ഞാൻ നിന്നെ എൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്വന്തമായിരിക്കും. ഞാൻ നിങ്ങളുടെ സൈന്യങ്ങളുടെ യഹോവയാകുന്നു. യഹോവയുടെ സ്വന്തം ജനമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ ജനം സ്വന്തമായവന്റെ ഇടയിലേക്ക് സ്വന്തമായവൻ വന്നപ്പോൾ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേറെ ഒരുത്തനായി. പക്ഷെ ബൈബിൾ പറയുന്നു, യഹോവയുടെ വരവിന് മുൻപ് ഏലിയ പ്രവാചകൻ ആത്മാവിനെ വരും, ആത്മാവോടുകൂടി അയക്കും. അത് യോഹന്നാൻ സ്നാപകൻ. യെശയ്യാ പ്രവാചകൻ 40:3 ദൈവത്തിന് വഴിയൊരുക്കുവിൻ, നമ്മുടെ യഹോവയ്ക്ക് പെരുവഴി ഒരുക്കുവിൻ. മത്തായി 3:3 യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിതെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ആര്? യോഹന്നാൻ സ്നാപകൻ. അവൻ ചൂണ്ടിക്കാണിക്കും. യഹോവയ്ക്ക് മുമ്പാണ് അവൻ വന്നത്. അവൻ ചൂണ്ടിക്കാണിച്ചത് വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്ത മുറ്റം വെളിപ്പാക്കി ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കും. അത് അവൻ ചൂണ്ടിക്കാണിച്ച് യേശു ക്രിസ്തുവിനെയാണ് കാണിച്ചത്. യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പേരാകുന്നു. അവൻ സ്വന്തമായവരുടെ ഇടയിലേക്ക് വന്നു, അവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ യഹോവ തന്നെയാണ് വന്നതെന്ന് മത്തായി 3:ലുണ്ട്, മലാഖി 4:5-6 യെശയ്യാ പ്രവാചകൻ 40:3 മലാഖി 1 ഇവിടെ എല്ലാം പറയുന്നു യഹോവയാണ് വരുന്നത്. യഹോവയ്ക്ക് മുമ്പാണ് യോഹന്നാൻ സ്നാപകൻ വന്നെന്ന് ലൂക്കോസ് 1:15 വായിച്ചു നോക്കുക. അവൻ യോഹന്നാൻ സ്നാപകൻ. അപ്പൊ യേശു ക്രിസ്തു എന്തുകൊണ്ട് പേര് മാറ്റി? പണ്ട് യഹോവയായിരുന്നു, ഇപ്പൊ പേര് മാറ്റി എന്താ? പാപങ്ങളുടെ മോചനത്തിനാണ് ആ നാമം മാറ്റിയത്. അതുകൊണ്ടാണ് പുതിയ നിയമസഭയിൽ പാപമോചനത്തിന് യേശു ക്രിസ്തു നമ്മൾ സ്നാനപ്പെടണം എന്ന് പറഞ്ഞത്. നിങ്ങൾക്കത് വേണ്ട. നിങ്ങളാണോ കുഞ്ഞാടനെ അനുകരിക്കുന്നവർ? ഇനി യേശു പറഞ്ഞു, ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളിൽ ഇരിക്കും. ഇതേ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് പറയുന്നവൻ പിശാചിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവാണ് യേശു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ബൈബിൾ പറയുന്നു പരിശുദ്ധാത്മാ ക്രിസ്തുവിൽ സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നു. ക്രിസ്തുവിന്റെ അനുകാരി, പരിശുദ്ധാത്മാവ് വഴി നടത്തുകാരൻ. അത് പോയി മടങ്ങി വരുന്ന എല്ലാ നാളും നിങ്ങളിരിക്കും. ദേ ഒരു ആത്മാവ്. അപ്പൊ സ്വന്തമായവൻ വന്ന് ഞാൻ പോയി മടങ്ങി വരും എല്ലാ നാളും നിങ്ങളോട്. നിങ്ങൾ പറയുന്ന 3 പേർ. അപ്പൊ വിഗ്രഹാരാധന നിങ്ങളാണ്, ഭോഷ്കിൽപ്പെടുന്നത് നിങ്ങളാണ്, അതായത് ബിംബാരാധന നിങ്ങളാണ്. പുറത്ത് കർത്താവേ, ആർക്കെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണേ യേശുവേ. പോകത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു കക്ഷി, ഒരു കൂട്ടരുണ്ട് കള്ളം പറയുന്നത്. അത് നിങ്ങൾ തന്നെ സഹോദര. പുതിയ യെരൂശലേമിനകത്ത് കാണത്തില്ല. അടുത്ത ഒരെണ്ണം കൂടെയുണ്ട്, കളങ്കമില്ലാത്തവർ പറയുന്നു. സിയോനിൽ നിൽക്കുന്ന 1,44,000 പേരുടെ പ്രത്യേകതയും അവരും ഭോഷ്ക് പറയാത്തവരാണ്. അതെ, ശരിയാ. നിങ്ങളോ? 1,44,000 പേർ. അപ്പോൾ ഭോഷ്ക് പറയാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമസഭയുടെ ക്വാളിറ്റിയാണ്, യോഗ്യതയാണ്. 7ാമത്തെ യോഗ്യത പറയുന്നു, അവർ ലാസ്റ്റ് അവകാശവാദമുണ്ട് അവരുടെ യോഗ്യതയാണ്. 7ാമത്തെ യോഗ്യത പറയുന്നു, അവർ കളങ്കമില്ലാത്തവരാണ്.
കളങ്കമില്ലാത്തവരെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്കപ്പുറത്ത് ലോകത്തിൽ വന്ന് അവന്റെ ജീവനെ കാൽവറിയിൽ വെച്ചുകൊടുത്തത് എന്തിനു വേണ്ടി? വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ച് കറയും. സഹോദര, വചനത്തോടുകൂടി ജലസ്നാനത്താൽ, ആ സ്നാനമാണ് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ. നിങ്ങളത് ചെയ്യൂ. TPM സഹോദരന്മാരെ, അവർക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങളെ നോക്കിയിട്ടാണ് ഈ കാലം നോഹയുടെ കാലം പോലെ എന്ന് പറഞ്ഞത്. അല്ല, ഭൂമിയിലുള്ള നിങ്ങൾ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു, നിങ്ങൾ സ്വർഗത്ത് പോകുമെങ്കിൽ യേശു പറഞ്ഞ ഭോഷ്കാവില്ലേ? വാതിലിടുക്കമുള്ളത്, യേശു പറഞ്ഞിരിക്കണം, വാതിലിടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, കണ്ടെത്തുന്നവർ ചുരുക്കം. ഇവിടെ നിന്നൊന്ന്, അവിടെ നിന്നൊന്ന്, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കം. ചെറിയ കൂട്ടമേ, ഭയപ്പെടേണ്ട. ഈ കാലം നോഹയുടെ കാലം പോലെ. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ ഈ വിശ്വാസം കണ്ടെത്തുമോ? നിങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ പിന്നെ യേശു നുണയനാകില്ല ഈ ചെറിയ കൂട്ടരാണെന്ന് പറഞ്ഞിട്ടും. ഈ കാലം നോഹയുടെ കാലം പോലെ, സോതോമിന്റെ നാളുകൾ പോലെയും. സോതോമിന്റെ നാൾ വാതിലടയ്ക്കുന്ന ശുശ്രൂഷ. നിങ്ങൾ കർത്താവ് യേശുക്രിസ്തു നാമത്തെ വാതിൽ അടച്ചിട്ടാണ് നിങ്ങൾ ഈ ശുശ്രൂഷ മുഴുവൻ ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് അബ്രഹാമിന്റെ അവിടെ ഏലോഹിം ഇറങ്ങി വന്ന് വാതിൽ തുറക്കുന്ന ശുശ്രൂഷ ചെയ്ത് വാഗ്ദത്ത സന്തതി പ്രാപിച്ചു. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാതിൽ തുറക്കുന്ന ശുശ്രൂഷയാണ്. വില്യം മാരിയം ബ്രൻഹാമിയുടെ കർത്താവ് ചെയ്ത ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് തീർന്നു. ഇതുകൂടെ ഒന്ന് കേൾക്കുക. ചുളുക്കവുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു സഭയെ ഉരുവാക്കിയെടുക്കുവാൻ, കളങ്കമില്ലാത്ത ഒരു സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് കാൽവറിയിൽ ജീവനെ കൊടുത്തത്. ആകെ പുതിയ നിയമസഭ കളങ്കമില്ലാത്ത മണവാട്ടിയാണ്. ആകെ ഈ 1,44,000 പേരും കളങ്കമില്ലാത്തവരാണ്. ആകെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, സിയോനിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 1,44,000 പേരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചോ? അവർ ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ടവരാണ്. അടുത്തത്, അവർ ഭൂമിയിൽ നിന്ന്. കേട്ടല്ലോ, ഒന്നാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ടവരാണ്. നമ്മൾ കണ്ട് നെറ്റിയിൽ എന്ന് വെച്ചാൽ ഹൃദയം, ഹൃദയത്തിൽ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്. എൻ്റെ നാമത്തിൽ പിതാവായിക്കാനുള്ള പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, അത് യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പേരെന്താ? യേശുക്രിസ്തു. ആ നാമം അതിന്റെ പിതാവിന്റെ, ആ നാമം കുഞ്ഞാടിനും കൊടുത്തു. അപ്പോൾ പിതാവിന്റെയും കുഞ്ഞാടിന്റെയും നാമം എന്ന് വെളിപ്പാട് 14 പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ നാമം. അപ്പോൾ ആ നാമമാണ് കർത്താവ്. പിതാവ് എന്നതിന് കർത്താവ്, ദൈവമായ കർത്താവേ, യഹോവയായ കർത്താവേ. അപ്പോൾ പിതാവ് എന്നതിന് കർത്താവ്, പുത്രൻ എന്നതിന് യേശു. പിതാവിന് കർത്താവ്, പുത്രൻ യേശു, കർത്താവായ യേശു. പരിശുദ്ധാത്മാവിന് ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു. ഇത് വില്യം മാരിയം ബ്രൻഹാമിലൂടെ കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം ബൈബിൾ കോളേജിൽ നിന്ന് പോയിട്ടുള്ളതൊന്നുമല്ല. ഇതുപോലെ നിങ്ങളെപ്പോലെ സംഘടന സഭയിൽ ഇരുന്നതാ. അവിടെ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചു. ദൈവമായ കർത്താവ് വിളിച്ചു വേർതിരിച്ചു എന്നതിന് അടയാളമാണ് സ്നാനം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നൽകിയത്. അങ്ങനെ അദ്ദേഹത്തോട് പഠിപ്പിച്ചാണ്. അപ്പം നിങ്ങളുടെ നെറ്റിയിൽ പേരില്ല സഹോദര. TPM സഹോദരന്മാരെ, പെന്തക്കോസ്ത് സഹോദരന്മാരെ, കത്തോലിക്ക, മാർത്തോമ, ഒരു സഹോദരന്മാരെ, നിങ്ങളുടെ നെറ്റിയിൽ പേരില്ല. നിങ്ങളുടെ ഹൃദയത്തിലും പേരില്ല. നിങ്ങളുടെ നെറ്റിയിൽ മുദ്രയുണ്ട്, 666. ജ്ഞാനം മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചതാണ്. അതിന്റെ ജ്ഞാനമുണ്ട്, ഹൃദയത്തിലില്ല നിങ്ങൾക്ക്. കേൾക്കുക. വില കൊടുത്ത് വാങ്ങിച്ചവരാണ് അവർ. രണ്ടാമത്തെ, കുഞ്ഞാടിന്റെ രക്തം വില കൊടുത്ത് വാങ്ങിച്ചവരാണ് നിങ്ങൾ. രക്തം, ക്രൂശിന് ശത്രുക്കളാണ് നിങ്ങൾ. കുഞ്ഞാട്, എബ്രായ ലേഖനം 9:22 പറഞ്ഞ്, രക്തം ചീന്തിയിട്ടല്ലാതെ പാപമോചനമില്ല. എന്താ പാപം? ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഏദൻ തോട്ടത്തിൽ നടന്ന പാപം രക്തസംബന്ധമായ പാപമാണ്. ആ രക്തസംബന്ധമായ പാപത്തിന്റെ പരിഹാരത്തിനാണ് ഹാബേൽ രക്തം ചീന്തിയത്, ദൈവത്തിന്റെ വെളിപ്പാടിനാൽ. അല്ല, അവിടെ ആപ്പിളോ പഴവും പറിച്ചു തിന്നെങ്കിൽ ആ പഴം കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവന് സ്വീകരിക്കണമായിരുന്നല്ലോ. രക്തസംബന്ധമായ പാപ അവിടെ നിങ്ങളുടെ നെറ്റിയിൽ എഴുതിയിട്ടില്ല. കുഞ്ഞാണ്, നിങ്ങളുടെ രക്തം വിലയ്ക്ക് വാങ്ങിയിട്ടില്ല. നിങ്ങളെ രക്തത്തിന് എതിരാണ്, ശത്രുവാണ്. ക്രൂശിന്റെ വചനത്തിൽ ശത്രുവാണ് നിങ്ങൾ. കാര്യം, ആ ക്രൂശിൽ ഏറ്റത്, പാപം വഹിച്ചത് പിതാവല്ല. അടിയേറ്റത്, ശിക്ഷയേറ്റത്, മരണം വഹിച്ചത് പിതാവോ പരിശുദ്ധാത്മാവല്ല, കർത്താവോ യേശുക്രിസ്തു. അവനോടുകൂടെ മരിച്ചുവെങ്കിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടുവെന്ന, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടുവെങ്കിൽ. നോക്കൂ, റോമർക്കെതിരെ 6 പറയുന്നു, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചുവിട്ടില്ല, യേശുക്രിസ്തുവിനോട് അടക്കിയിട്ടുമില്ല, യേശുക്രിസ്തുവിനോട് അനുകരിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉയർത്തെഴുന്നേറ്റുമില്ല. നിങ്ങൾ പോകില്ല. കേൾക്കുക. രണ്ടാമത്തത്, അടുത്തത് കേൾക്കുക. സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാതെ അവർ കന്യാവൃതസ്ഥരായി. മൂന്നാമത്തെ, സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. ഭോഷ്കല്ലേ നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ചത്? വിവാഹം വിശുദ്ധം, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകുവേൻ. പുരോഹിതന്മാരുടെ വിവാഹം കഴിക്കേണ്ട ഷണ്ടന്മാരെന്ന് അതൊക്കെ പറഞ്ഞെന്നല്ലോ. വെറുതെ ഭോഷ്ക നിങ്ങൾ പറയുന്ന മുഴുവനും. TPM സഹോദരന്മാരെ, ഇനിയെങ്കിലും മനസ്സിലാക്കുക. അടുത്ത അവരുടെ അവകാശവാദം ലാസ്റ്റിലത്തെ ഒന്നുകൂടെ ഉള്ളൂ. അതിന് അല്പസമയം, അതിന് മുമ്പുള്ള ഒരു അവകാശവാദമാണ് അവർ ആദ്യം മുതലേ അവരാണെന്ന്.
ജീവിതത്തെ സൂക്ഷിച്ചവരാണ്. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവർ നിങ്ങൾ അനുഗമിച്ചവരാണ്. കുഞ്ഞാട് പോകുന്നിടത്തെങ്കിൽ നിങ്ങൾ കുഞ്ഞാടാക്കിയ അപ്പോസ്തലനെ കേൾക്കുക. അപ്പോസ്തലനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, അവനെ തള്ളുന്നവൻ എന്നെ അയച്ചതിനെ തള്ളുന്നു. നിങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞ സ്ഥാനമല്ല, അപ്പോസ്തലൻ പറഞ്ഞ അനേകം വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ല. ബൈബിൾ കോളേജ് സാത്താന്യം എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ഐഡിയ സത്യരാജ് SS അനിൽ എന്നാണ്. അതിൽ കയറിയാൽ മതി, അല്ലെങ്കിൽ ഈ വാട്സപ്പിൽ വന്നാൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. ബൈബിൾ കോളേജ് സാത്താന്യം സംസാരിച്ചിട്ടുണ്ട്. വില്യം മാരി ബ്രൻഹാമിലൂടെ ദൈവം സംസാരിച്ചു, ബൈബിളിലെ സകല മർമ്മങ്ങളും വെളിപ്പെടുത്തി കഴിഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. ഈ വില്യം മാരി ബ്രൻഹാം എന്ന പേരുണ്ടോയെന്ന് എല്ലാവരും ചോദിക്കുന്നത്. യേശു വരുന്ന കാലത്ത് അവനെ യേശു എന്ന് വിളിക്കുന്നു, യേശുവിൻ്റെ കാലത്ത് പേരുണ്ടായിരുന്നോ? ഇല്ലല്ലോ. യോഹന്നാൻ സ്നാപകൻ വന്ന് വിളിച്ചവരെ വേർതിരിച്ചു. യോഹന്നാൻ സ്നാപകൻ വരുന്ന പേരുണ്ടായിരുന്നോ? ഇന്ന് അപ്പോസ്തലന്മാരെ വിളിച്ചിരിക്കുന്നു, അപ്പോസ്തലന്മാരുടെ പേര് ഇതിലുണ്ടായിരുന്നോ? അപ്പോൾ അകത്ത് വചനമുള്ള, നിങ്ങൾ പറഞ്ഞ ലോകസ്ഥാപനത്തിന് മുമ്പേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇതൊന്നും വേണ്ട. അവർക്ക് വചനം ഹൃദയത്തിലുണ്ട്, ഹൃദയത്തിലും നാവിലും അവർക്ക് സമീപസ്ഥവുമായിരിക്കുന്നു. അതാണ് പത്രോസ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു, ലോകമെന്തെന്ന് പറയുന്നില്ല, അവന്റെ ഉള്ളിൽ വചനമുണ്ടായിരുന്നു. നീ ക്രിസ്തു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്, അതല്ലേ ക്രിസ്തുവിന്റെ ഉപദേശം, പരിശുദ്ധാത്മാവ് ഉപദേശകനായി വരുമെന്നല്ലേ. അപ്പൊ ഈ യേശു തന്നെയാണ് പരിശുദ്ധാത്മാവിൽ പോയി വരുന്നത്. അതാ യേശു പറഞ്ഞ ബെറിയാനായ സീമാനെ ജഡരക്തങ്ങളിലെ എൻ്റെ അപ്പൻ, അതായത് ദൈവത്തിന്റെ വെളിപ്പാടിനാൽ ഇതിപ്പോ പറയരുത്, അത് ഞാൻ പിന്നത്തേൽ വരാനുള്ളതാ, എൻ്റെ മക്കൾക്ക് അറിയിക്കാനുള്ളത്, വരം ലഭിച്ചവർക്ക് മാത്രം ഗ്രഹിക്കാനുള്ളതാ. അപ്പോൾ നിങ്ങൾ സ്ത്രീകളോട് മലിനപ്പെട്ടവരാണ്, സംഘടനാ സഭയോട് ചേർന്നവരാണ്, മരണമാണ്. നിങ്ങൾ മൂടുപടം ഇട്ടുകൊണ്ട് വിത്ത് വിതച്ച പിശാചിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവരാണ് നിങ്ങൾ. ഞാൻ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ പറഞ്ഞാലെങ്കിൽ ആരെങ്കിലും കേട്ട് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ ആടുകളെ വരുള്ളൂ. നോക്കൂ, ദൈവത്തിന്റെ ആടുകളെ നിങ്ങൾക്ക് യോഹന്നാൻ 10 പറയുന്നത്, പിതാവ് എൻ്റെ കയ്യിൽ തന്നവയെ ആർക്കും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയില്ല, അവയെ എൻ്റെ കയ്യിൽ തന്ന പിതാവിന്റെ കയ്യിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങളൊന്നും പേടിക്കണ്ട, ഇത് കേട്ട് ആരും ഭയപ്പെടണ്ട. നിങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദൈവത്തിന്റെ ആടിനെ നിങ്ങൾക്ക് പിടിച്ചു വയ്ക്കാനും കഴിയില്ല, അവൻ വന്നിരിക്കും. അത് കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഒന്ന് കേൾക്കാം, ഇപ്പൊ തീരും. അടുത്ത ആദിഫലങ്ങളായി വീണ്ടെടുക്കപ്പെട്ടവരാണ് അവർ. ാത്തവരാണ്, കളങ്കമില്ലാത്തവരാണ്. ഇവരാണ് ഈ 1,44,000 പേർ. അതിനകത്ത് എന്റെ സഹോദര സണ്ണിച്ച, താങ്ക് യു. അവര് തന്നെ. പക്ഷെ അത് നിങ്ങളല്ല. ഈ TPM-ലെ ശുശ്രൂഷകരുമുണ്ട് എന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. ഞങ്ങൾ പിതാവിന്റെ മനസ്സുള്ളവർ, കളങ്കമില്ലാത്തവരാണ്. ഇവരാണ് ഈ 1,44,000 പേർ. അതിനകത്ത് ഈ TPM-ലെ ശുശ്രൂഷകരുമുണ്ട് എന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. കാര്യം ഞങ്ങൾ പിതാവിന്റെ മനസ്സുള്ളവരായി, പുത്രന്റെ മനസ്സുള്ളവരായി ഈ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾ ഉറപ്പുണ്ട്, യേശുവിന്റെ രക്തം വില കൊടുത്ത് ഞങ്ങളെ വേണ്ട. ഇതിനകത്ത് ഇവിടെ ഇരിക്കുന്ന TPM ശുശ്രൂഷകരുണ്ടെന്ന് എന്ത് ഭോഷ്കാ നിങ്ങൾ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ വായിൽ ഭോഷ്കല്ലേ സഹോദര? ബൈബിളിൽ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ജാതിയിൽപ്പെട്ടവനല്ലേ? ഇനി അല്ലെങ്കിൽ തന്നെ ജാതി, നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥർ ജാതികളായിട്ടുള്ളവർ യേശുക്രിസ്തു നമ്മൾ സ്നാനമേറ്റിരിക്കുന്നു ബൈബിൾ പറയുന്നു. നിങ്ങൾ പറയുന്ന ഈ കോടിക്കണക്കിന് പുരോഹിതന്മാരെയും ജനത്തെയും വെച്ചിട്ടല്ല ദൈവം ന്യായം വിധിക്കുന്നത്. ദൈവം ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ വചനം വെച്ചിട്ടാണ്, ബൈബിൾ വെച്ചിട്ടാണ്. ആരംഭിച്ചതാണ്. ഞങ്ങൾ ഉറപ്പുണ്ട്, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ച് ഞങ്ങൾ അവിവാഹിതരായി ജീവിക്കുന്നു. ഞങ്ങൾ ഉറപ്പുണ്ട്, യേശു ക്രിസ്തു പോകുന്നിടത്തൊക്കെയും അവന്റെ പിന്നാലെ പോകുവാൻ സ്വന്തം പ്രാണനെയും ത്യജിച്ച് അവന്റെ പുറകെ പോകുന്നവരാണ്. വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഞങ്ങൾ ഉറപ്പുണ്ട്, പോഷ്കും മാലിന്യവുമില്ലാതെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് കുഞ്ഞാടിനോടുകൂടെ 1,44,000 പേർ സിയോൻ മലയിൽ നിൽക്കുന്ന കാഴ്ച യോഹന്നാൻ കാണുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യോഹന്നാൻ 7ാമത്തെ യോഗ്യത പറയുന്നു. യോഹന്നാൻ കണ്ടു. യോഹന്നാൻ ആര് കാണിച്ചു കൊടുത്തു? 7ാമത്തെ ദൂതൻ. ദൈവത്തിന്റെ വെളിപ്പാട് ദൈവം തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് നൽകി. അവൻ അത് യോഹന്നാന് പ്രദർശിപ്പിക്കാനായിട്ടൊരു ദൂതന് നൽകി. ആ ദൂതൻ അത് ആരാണ്? അതാ ദൈവത്തിന്റെ കയ്യിലെ 7ാമത്തെ ഏഞ്ചൽ, ദൈവത്തിന്റെ ഏഞ്ചലാണ്. ആ ഏഞ്ചൽ വന്നൊരു ശുശ്രൂഷിച്ചു, ഒരു മനുഷ്യനിലൂടെ, വില്യം മാരിയം ബ്രൻഹാമിലൂടെ ശുശ്രൂഷിച്ചു. 7th ഏഞ്ചൽ വന്നിട്ട്, ആ 7th ഏഞ്ചലിലാണ് ബലവാനായ ദൂതൻ ഇറങ്ങി വന്നിട്ട് സകല മർമ്മങ്ങളും വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ടാണ് കൃപയാൽ ഈ വക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാതെ സഹോദരന്മാരെ നിർത്തുന്നു. ഇനി ഒരു 6-7 വീഡിയോ ഉണ്ട്. ഇവർ പറയുന്ന 1000 ആണ്ട് വാഴ്ചയും ഒക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് വേണമെങ്കിൽ പിന്നെ ഒരു ആവശ്യം ചെയ്യാം. TPM സഭക്കാരെ, നിങ്ങൾ പറയുന്ന അവർ കളങ്കമില്ലാത്തവർ, നിങ്ങൾ തന്നെയാണ് കളങ്കമുള്ളവർ. പോഷ്ക് പറയുന്നവർ, സകലതും നിങ്ങൾ തന്നെയാണ്. ഞാനിവിടെ നിർത്തുകയാണ്. ഒത്തിരി സമയമായി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും കേട്ട് കൂടെ നിന്നവർക്ക് കർത്താവ് അനുഗ്രഹിക്കട്ടെ. 1/2 മണിക്കൂറാക്കി ലിങ്കായിട്ട് പുറത്ത് ഇടുന്നതാണ്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണിച്ചാൻ പ്രാർത്ഥിച്ചോളണം. കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ,
ഇത്രയും സമയം കർത്താവെ 7:30 തുടങ്ങി മണി 10 ഇതുവരെയും സംസാരിച്ച് പല ഭാഗങ്ങളായിട്ട് ഇതിൻ്റെ ലിങ്ക് പലർക്കും ഇട്ട് കൊടുക്കണം. ഈ കോടിക്കണക്കിന് TPM വിശ്വാസികൾ, അതിനോടൊപ്പം തന്നെ അനേകം വിശ്വാസികൾ എന്ന് പറയുന്നവർ ഭോഷ്ക് പഠിപ്പിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. വരം ലഭിച്ചവർക്കല്ലാതെ ആർക്കും മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മർമ്മം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുമ്പോൾ അത് വരം ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാവുകയുമില്ല. കർത്താവായ യേശു ഇതിൻ്റെ ലിങ്ക് ധാരാളം പേർക്ക് അയച്ചു കൊടുക്കും. എവിടെയെങ്കിലും കർത്താവെ അങ്ങ് വരവ് താമസിപ്പിച്ചിരിക്കുന്ന ജാതികളുടെ സംഖ്യ തികയോളം യെരുശലേം ചവിട്ടിക്കളി. ഇന്ന് യെരുശലേം ദൈവത്തിൻ്റെ ആലയമായിരുന്ന ആ യെരുശലേമിനെ ജാതികൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയം പടയ്ക്കുന്നു. എത്രയും പെട്ടെന്ന് ജാതികളുടെ സംഖ്യ തികഞ്ഞിട്ട് അതിലേക്കായി ഇറങ്ങി തിരിക്കണം. ആരും പോകുന്നില്ല. കോടിക്കണക്കിന് ജനം സുവിശേഷത്തിന് പോകുന്നു. പക്ഷെ അന്ത്യകാലത്ത് മണവാട്ടിക്കൊരു സുവിശേഷമുണ്ട്. മണവാട്ടി തൻ്റെ ആടുകളെ ചേർക്കാൻ, ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ചേർക്കാൻ ആർക്കും പോകാൻ താല്പര്യമില്ല. കർത്താവെ, ചെറിയൊരു കൂട്ടർ പോയിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെ എത്ര ആടിനെ കിട്ടും? കർത്താവായ യേശുവെ, മരണപര്യന്തം വിശ്വസനായി ലോകപ്രകാരം, മക്കൾ പ്രകാരം, ഭാര്യ പ്രകാരം, അല്ലെങ്കിൽ വീട്, കുടുംബം, സ്വത്തുവകൾ പ്രകാരം ഇവർ ഷണ്ടന്മാരായിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഓടുവാനും ഈ സന്ദേശം ഇതുവരെ സംസാരിച്ചതും അതുപോലെയാണ്. കർത്താവെ, അത് മനസ്സിലാക്കി ആരെങ്കിലും ക്രിസ്തുവിൽ ഇറങ്ങി വരുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അവരെ പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. പക്ഷെ അവരെവിടെയൊക്കെയോ ഇരിക്കുന്നു, അവരുടെ ഇടയിലേക്ക് ഇത് എത്തിക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം. സകലതും അങ്ങയുടെ നാമത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിനെ. ആമേൻ, ആമേൻ. ഓക്കെ, താങ്ക് യു ബ്രദർ സണ്ണിച്ചാൻ. വേറെ ആരോ വേണം? രഘുവോ ആരാണ്? ഓക്കെ, എന്തായാലും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.